ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ്. ബീഫ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഇതിവിടെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഇതിൽ ഞാൻ എരിവുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് വെച്ച മുളക് പൊടിയാണ്, ഞാൻ വറുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി എരിവ് വേണ്ടവർക്കാണ് ഒരു 2 മുതൽ 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇതേപോലെ തന്നെ വറുത്തത് തന്നെയാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി മുഴുവൻ ഞാൻ പൊളിച്ച് വെച്ചതാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചതച്ചിട്ട് ചേർക്കണമെങ്കിൽ അതേപോലെ തന്നെ ചേർക്കാം. അപ്പോൾ ഞാൻ ചതച്ചിട്ടല്ല ചേർത്ത്, ജസ്റ്റ് ഒന്ന് എനിക്കത് കടിക്കുന്ന ഇഷ്ടമുകൊണ്ടാണ് അങ്ങനെ ചേർത്തേക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു മസാല നന്നായിട്ട് ആ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് അടച്ചു വെക്കുക. 15 മുതൽ അരമണിക്കൂർ വരെ വെക്കാം. ഞാൻ 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം പോലെ നമുക്ക് ആക്കി എടുക്കേണ്ട. പിന്നെ ഈ ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 5-6 വിസിൽ ഓരോ ബീഫിൻ്റെ വേവനുസരിച്ച് വെക്കണം. അങ്ങനെ കുക്ക് ചെയ്തെടുക്കണത്. ഇപ്പോൾ സ്റ്റവ് ഓണാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ചെറിയുള്ളി അരിഞ്ഞെടുക്കണം. അപ്പോൾ ചെറിയുള്ളി ഞാൻ ഏകദേശം ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എത്രയുണ്ടോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു കണക്കൊന്നുമില്ല, ഞാൻ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നന്നായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ചെറിയുള്ളി ചേർക്കാൻ നന്നാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ചൊരു 2 സവാള ചേർത്താൽ മതി. പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരിക ബീഫിന്. അപ്പോൾ നന്നായി ഇത് മൊത്തം ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയുള്ളി മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം വെന്തോന്ന്. ഇപ്പം ബീഫിൽ വെള്ളമൊന്നുമില്ല, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം വെള്ളമൊന്നും അധികം ഇല്ല അടിയിലേക്ക്. ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാവുള്ളൂ ബീഫ്. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പം ബീഫിൽ നിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിട്ട മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കുക.
കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിൻ്റെ കൂടെ ഞാൻ വേറെ ഉപ്പൊന്നും ഇടുന്നില്ല. ബീഫിലിട്ട ഉപ്പ് പാകത്തിനായിരുന്നു, അപ്പോൾ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ ബീഫ് കുക്ക് ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, തീരെ വെള്ളമൊന്നുമില്ല അതിൽ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ആ ഉള്ളി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം. കാരണം ഇതിൽ ഇളക്കാണ് ഒരു മെയിനായിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇളക്കി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മൾ ഇളക്കിയെടുക്കണം. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വറ്റിപ്പോകണം. എന്നാൽ മാത്രമേ ബീഫ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളി ഒരുപാട് നമ്മൾ ഫ്രൈ ആയിട്ടല്ല ബീഫ് ഇട്ടത്. അപ്പം ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അതുകഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ ബീഫ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.